ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും കൂടി അടച്ചുപൂട്ടിച്ചത്. 1 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് 110 രൂപയ്ക്കാണ് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത്. ഈ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് 2020 ആയിട്ട് പൂട്ടിയതല്ല. അത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും കൂടി നമ്മുടെ കുന്നത്തുനാട് MLAയും കൂടിയിട്ട് അവരുടെ സ്വാധീനം വെച്ചിട്ട് അടച്ചുപൂട്ടിച്ചതാണ്. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ ഇവര് കളക്ടർ അധികാരം വെച്ചിട്ട് അത് പൂട്ടിക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ അതിനുശേഷം കിഴക്കമ്പലം പഞ്ചായത്തിന്റെ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് ഒരു സൗജന്യ ഭക്ഷണശാല ഞങ്ങൾ ഒരുക്കുന്നുണ്ട്. ഇപ്പൊ അതും MLA ഇടപെട്ടിട്ട് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും കൂടിയിട്ട് അതിൽ അതിക്രമിച്ച് കയറി അവിടെയൊക്കെ നാശങ്ങൾ വരുത്തി അതും ഇപ്പൊ തടഞ്ഞിട്ടിരിക്കുക. ഈ 24 ഇത് അടയ്ക്കുന്നതിന് മുമ്പ് 1 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് 110 രൂപയ്ക്കാണ് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത്. ഇന്ന് ആ വെളിച്ചെണ്ണ 550 രൂപയ്ക്കാണ് ജനങ്ങൾ മേടിക്കുന്നത്. 1 കിലോ മട്ട അരി 28 രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്ന 80 രൂപയാണ് ഇന്നത്തെ വില. 1 ലിറ്റർ പാൽ 28 രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്ന 60 രൂപയാണ് വില. 1 കിലോ മത്തി 70 രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്നത് ഇന്ന് 300 രൂപ വിലയായി. 2016 പിണറായി ഭരണത്തിൽ കയറുമ്പോൾ വിലക്കയറ്റം ഉണ്ടാകില്ല, വിലക്കയറ്റം പിടിച്ചു നിർത്തും, വില കുറയ്ക്കും എന്ന് പറഞ്ഞിട്ട് അധികാരത്തിൽ കയറിയിട്ടാണ് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ ഇത്രയും വില കയറിയിട്ട് ഇങ്ങനെ ഒരു സഹായം ആരുമായിക്കോട്ടെ, ഇന്ന ആളെന്നുള്ളതല്ല. കാരണം ഈ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിൽ നിന്ന് ഏതാണ്ട് 55,000 കുടുംബങ്ങളാണ് അതിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി അവര് നിത്യ ഉപയോഗത്തിനുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. യാതൊരു ദയയും ദാക്ഷിണ്യവും ഇല്ലാതെ എത്രയോ ക്രൂരമായിട്ടുള്ളൊരു പരിപാടി അവർ ചെയ്തത്. അത് അടപ്പിക്കുക, ജനങ്ങളെ പട്ടിണിയാക്കുക. അതാണ് ഇവർ ശ്രമിക്കുന്നത്.